ഹായ് ഗായ്സ്, ഡെയിലി യൂട്യൂബ് ടോപ്പ് 10 റിവ്യൂയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കമ്മിങ് ബാക്ക് ആൻഡ് എംപുരാൻ L2, അതായത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം, എബ്രഹാം ഖുറേഷിയുടെ ഒരു ടീസർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതായത് മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതി പൃഥ്വിരാജ് ഡയറക്ട് ചെയ്യാൻ പോകുന്ന L2ന്റെ രണ്ടാം ഭാഗത്തിന്റെ ടീസറോ മോഹൻലാൽ, കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ നമ്മളൊക്കെ ഏറ്റവും മികച്ച ഒരു വലിയൊരു സ്ട്രെങ്ത് ഉള്ള പടമാണ്. ആ പടം ഏത് രീതിയിൽ, ഏത് ഷൈഡിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നത് അറിയാം. പക്ഷെ ഇതിപ്പോ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടീസർ എന്ന് പറഞ്ഞാൽ ഒരു ആനിമേഷൻ ക്രിയേറ്റഡ് ആയ ടീസറാണ്. മറ്റു ടീസർ നമ്മളെ രീതിയിൽ നമുക്ക് ഇപ്പൊ ടീസർ ഇതാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ആനിമേഷൻ ടീസറാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുക. ബാക്കി കാര്യങ്ങൾ മുരളി ഗോപിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഒക്കെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പോ ഇതിന്റെ കുറിച്ച് 2025 വരാൻ പോകുന്ന വളരെ മികച്ച ഒരു സിനിമ, അത് എമ്പുരാൻ തന്നെയാണെന്നത് വ്യക്തമാണ്. വളരെ ഒരു വലിയൊരു സിറ്റി, ആ ഒരു സിറ്റിയാണ്. അവിടെ ഒരു ഡാർക്ക് ഷൈഡും വളരെ വലിയൊരു മാസ് അല്ല, അതിനെക്കാട്ടൊരു വലിയ ബീജിയം ഉണ്ട്. ആനിമേഷൻ ആയാലും കാണാൻ നല്ലൊരു വളരെ വളരെ വലിയ വലിയ നഗരങ്ങളിലാണ് ഈ സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നത്. ചെറിയ രാജ്യങ്ങളിലല്ല. ടൊവിനോ തോമസ് ഉണ്ട്, പൃഥ്വിരാജ് സുകുമാരന്റെ ഏട്ടനുണ്ട്, ഇന്ദ്രജിത് സുകുമാരൻ, അങ്ങനെ പലരും ഇതിൽ കാസ്റ്റിംഗിൽ പെട്ടവരാണ്. ഇത് ഡ്രഗ്സ് പരമായ ഒരു കേസായിരുന്നു മുമ്പും ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചത്. അതായിരുന്നു കണ്ടന്റ്. പിന്നെ ലൂസിഫർ എന്ന വ്യക്തി എങ്ങനെ ആയത് എന്നതിന്റെ യാഥാർത്ഥ്യവും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അതിലെ എസ്തപ്പാന്റെ ലൈഫ് എങ്ങനെയാണ് നന്മയും തിന്മയും തരംതിരിച്ചുകൊണ്ട് തിന്മയുമായി ഒരു വലിയ ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു വലിയൊരു സ്റ്റോറിയായിരുന്നു എംപുരാൻ. എസ്തപ്പാൻ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിലാണ്. അപ്പൊ ഇത് ലൂസിഫർ ആകുമ്പോൾ ഇനി രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞ കാലത്തിന്റെ രണ്ടാം ഭാഗമായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തെ ആയിരിക്കും ചിലപ്പോൾ സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? ആനിമേഷൻ ആയതുകൊണ്ട് നമുക്കത് ഗംഭീരമായിട്ട് തന്നെ പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം ആനിമേഷനിലും ചില വ്യക്തത കുറവുണ്ടാവും. നമ്മളെല്ലാം അതിൻ്റെതായ സെൻസിൽ എടുക്കണം. സിനിമ എന്നത് എന്റർടൈൻമെന്റ് ആണ്. ആ എന്റർടൈൻമെന്റിനോടൊപ്പം വലിയൊരു എംപുരാൻ 2 വരുന്നു എന്ന് പറഞ്ഞപ്പോ ആ സിനിമക്ക് എന്താണ് L2 അവതരിപ്പിക്കുക എന്നതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. L2 എംപുരാൻ 2025 ഒരു ത്രില്ലർ ആക്ഷനായി മാറുന്ന ഈ ഒരു സിനിമ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപിയുടെ രചനയിൽ വരാനിരിക്കുന്ന ഒരു ഇന്ത്യൻ മലയാള ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ ടാഗിൽ പെടുന്നതാണ്. L2 എന്ന് വിളിക്കപ്പെടുന്ന L2 എംപുരാൻ 2019 ലൂസിഫറിന്റെ പിൻഗാമിയായി ആസൂത്രണം ചെയ്ത് ചിത്ര പരമ്പരയിലെ രണ്ടാം ഭാഗമാണ്. ഇത് 3 കാലഘട്ടത്തിലെ കഥയാണ്. അപ്പൊ മുമ്പും പറഞ്ഞിരുന്നു, ഇതിലിപ്പോ പുതിയതായി വരുന്നത് ഗറോലിനി കസിയോള, പൃഥ്വിരാജ് സുമാൻ, മോഹൻലാൽ, സാനിയ ലയ്യപ്പൻ, ഇർഗി ഇബോ എന്നിയ വിദേശ രാജ്യങ്ങളിലെ നടന്മാർ കുറെ പേരുണ്ട്. മഞ്ജു വാര്യർ, അർജുൻ ദാസ്, അങ്ങനെ പല പേർ ഇതിൽ കാസ്റ്റിംഗ് റോളിൽ ഉണ്ട്. വിവേക് ഒബ്രോയ് പഴയൊരു കാസ്റ്റിംഗ് ആണ്. ടൊവിനോ തോമസ്. അപ്പോ
ശക്തി കപൂർ നമ്മൾ ആദ്യ ഭാഗത്തിന്റെ രണ്ടാം ഭാഗം വരുമെന്നത് നേരത്തെ പറഞ്ഞതായിരുന്നു. നൈല ഉഷ നേരത്തെ ഉള്ളതാണ്. സുരാജ് വെഞ്ഞാറമൂടും കൂടി ഈ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് ഈ ഒരു സിനിമയിൽ വരാൻ സാധ്യതയുണ്ട്. ജിഷു സെങ്കുപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇന്ദിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ബോബി സിംഹ, കാർത്തിക് രാജ്, സച്ചിൻ കാദിർ എന്ന് പറഞ്ഞ ഒരാള്. ഇതാണ് ഇതിലെ മെയിൻ ക്യാരക്ടറിൽപ്പെട്ടതാണ് സച്ചിൻ കാദിറിന്റെ. മോഹൻലാലിന്റെ അച്ഛൻ എന്ന പേരിൽ ഒരു ആ കഥാപാത്രം അങ്ങനെയാണ് ബന്ധം ഉണ്ടായത് എന്ന്. സുരേഷ് ചന്ദ്രമേനോൻ ഉണ്ടായിരുന്നു, ബൈജു സന്തോഷ് ഉണ്ടായിരുന്നു, കലാഭവൻ ഷാജൂൺ ഇത് പ്രത്യേക ഒരു അലോഷ എന്ന കഥാപാത്രം ഉണ്ടായിരുന്നു, ജോൺ വിജയ്, മയിൽവാഹനം IPS, അങ്ങനൊക്കെ ഒരുപാട് പേർ. പശുപതി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തൗഫീഖ് അലിയാണ്. ആണെങ്കില് മനോജ് കെ ജയൻ എന്ന് പറഞ്ഞവരും ഈ ഒരു സിനിമയിൽ ജയദീപ് എന്ന് പറഞ്ഞ പേരിൽ വരുന്നു. സുനിൽ സുഗത, മനപ്പാട്ടിൽ ചൻ എന്ന് പറഞ്ഞു. നമ്മൾ ഫാസിൽ ഇതിൽ ഒരു നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു അച്ഛൻ കഥാപാത്രം, സായികുമാർ, മഹേഷ് വർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ, രാഹുൽ മാധവ് എന്ന വ്യക്തിയും കൂടി ഈ സിനിമയിൽ, ബിനു ബാബു ജയിൽ വാർഡനായിട്ട് ഈ സിനിമയിലുണ്ട്, ആദിൽ ഇബ്രാഹിം റിച്ചു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട്, നന്ദു എന്ന് പറയുന്ന പീതാംബരനുണ്ട്, സിജോയ് വർഗീസിന്റെ ഏജന്റ് ആയിട്ടാണ്, ശിവാജി ഗുരുവായൂർ മേടയിൽ രാജൻ എന്നൊരു വ്യക്തിയായിട്ടാണ്, ഗീജു ജോൺ സഞ്ജീവ് കുമാർ ആയിട്ടുണ്ട്, അനീഷ് മേനോൻ സുമേഷ് ആയിട്ട് ക്യാരക്ടർ ഉണ്ട്, അലക്സ് നൽ, റോബോട്ട് M ജാരതി, അങ്ങനെ പറഞ്ഞിട്ട് പല. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന സിനിമ നമ്മൾ വിചാരിക്കുന്ന ഒരു സിനിമയല്ല. അത്രയും കാസ്റ്റിംഗ് കോളാണ് ഇതില് വന്നിട്ടിരിക്കുന്നത്. 200 കോടി ഈ ഒരു സിനിമക്ക് ബഡ്ജറ്റ് ഉണ്ട്. 27 മാർച്ച് 2025 27 മാർച്ചിന് ഈ ഒരു സിനിമ നമ്മുടെ കേരളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്ത്, മുരളി ഗോപി സ്ക്രിപ്റ്റ് ചെയ്ത്, പ്രൊഡ്യൂസർ സുഭാഷ് കരൻ, അലിരാജ്, ആന്റണി പെരുമ്പാവൂർ എന്ന് കൂട്ടത്തോടെ പറയുന്ന സിനിമയാണിത്. മ്യൂസിക് കൊടുത്തത് ദീപക് ദേവാണ്. സിനിമാറ്റോഗ്രാഫി സുജിത് വാസുദേവ്. പ്രൊഡക്ഷൻ ലൈക്ക പ്രൊഡക്ഷൻ, ആശീർവാദ് സിനിമയും ഒപ്പം കൂടിയിട്ടുള്ള ഒരു ഇന്ത്യൻ മലയാള സിനിമ എന്ന് തന്നെയാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് ലൂസിഫർ ആണ്. ഇതിന് ഫസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ്, കേരള പിറവി, ഡാർഗൺ, മോഹൻലാൽ, ഇന്ദിരാജ്, പൃഥ്വിരാജ്, ഇങ്ങനെ കുറെ ആൾക്കാരും കൂടി. അപ്പൊ ഈ റിലീസ് 27 മാർച്ച് 2025 ഇത് നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങും. അപ്പൊ ലൂസിഫറിന്റെ ടീസർ കണ്ട് നിങ്ങളുടെ കമന്റും അഭിപ്രായവും, ഒരു ആനിമേഷൻ ടീച്ചറാണ് നമ്മൾ ഔട്ട് ചെയ്തത്, മറ്റേത് ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ടീസർ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അതായത് ആനിമേഷൻ ക്ലിപ്പാണ്. അത് നിങ്ങൾ കണ്ട് എങ്ങനെയുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളെയാണ് മോഹൻലാൽ എന്ന സിനിമയെ, ഈ ഒരു സിനിമയെ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് സുരക്ഷിതമാകും. ഒരു ആക്ഷൻ ത്രില്ലറായി മാറുന്ന ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാകണം, എങ്ങനെ ഇത് മലയാളികളുടെ മനസ്സിൽ ഒരു ഇന്ത്യൻ സിനിമയായി ബോളിവുഡിനെ വിറപ്പിക്കുന്ന അടുത്ത മാർക്കോനെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ്. മാർക്കോനെക്കാട്ടും പവർ ഈ ഒരു കഥക്കുണ്ട്. അപ്പൊ ആ കഥ ഏതൊക്കെ രീതിയിൽ നമുക്കറിയാലോ, ഇല്ലീഗലായ ഡ്രഗ്സ് ഡീലേഴ്സ് ആണ് ഈ ഒരു സിനിമ കണ്ടന്റ്, മെയിൻ കണ്ടന്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായ രീതിയും പിന്നെ രാഷ്ട്രീയ പൊളിറ്റീഷ്യന്റെ ഭാഗവുമായി ഒരു സിനിമ വേറെ ഒരു റേഞ്ചിലേക്ക് പോകാൻ പോകുന്ന ഒരു ബിഗ് സ്കെയിലുള്ള ഈ സിനിമ, മുരളി ഗോപിന്റെ സ്ക്രിപ്റ്റിൽ വരുന്ന, പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ടർ ചെയ്യുന്ന, മോഹൻലാൽ എന്ന കമ്പ്യൂട്ടർ ടൈറ്റിൽ കഥാപാത്രം അഭിനയിക്കുന്ന ഈ ഒരു സിനിമക്ക്
ബിഗ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇത്ര കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പവർ, ഈ പറഞ്ഞ ലെജൻഡിന്റെ വാല്യൂ, ഇതൊക്കെയാണ്. അപ്പം എല്ലാവരും ലെജൻസ് ആണ്, പക്ഷെ ബിഗ് ലെജൻസിന്റെ വാല്യൂ അവിടെ പോകുന്നില്ല. അപ്പൊ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ഒരു സിനിമയുടെ പ്രൊഡക്ഷനെ പിന്താങ്ങിക്കൊണ്ട് അവർക്ക് നിലപാടുള്ള ഒരു മറുപടിയുമായി ഒരു സിനിമയെ നിങ്ങൾ വിജയിപ്പിക്കണമെന്നത് ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഒരു ശരാശരി പ്രേക്ഷകരെന്ന നിലയിൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ വിജയിപ്പിച്ചാൽ പല കഥയും സ്ട്രെങ്ത് ഉള്ളതാകുമ്പോഴാണ് അത് വിജയത്തിന്റെ. അതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ ഇടുന്നവർക്കും ഇതിന് പാളിച്ചകളുണ്ട്. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിലും രണ്ടിലും ഉത്തരം കൊടുക്കേണ്ടത് നല്ല മറുപടിക്ക് വേണ്ടി മാത്രം പ്രേക്ഷകർ കാത്തിരിക്കുന്നതാണ്. അപ്പൊ ആ കാത്തിരിപ്പ് 2025 മാർച്ച് വരെയാണ് ഇതിന്റെ റിലീസ് കാത്തിരിപ്പ്. അതിനിടയിൽ ട്രെയിലർ വരുമായിരിക്കും. ട്രെയിലറിന്റെ അപ്ഡേറ്റും കൂടി നമ്മൾ ഇതിലേക്ക് കൂടി ചിലപ്പം വരാം. ഏത് രീതിയിലാണ് വരുന്നത് കണ്ടറിയാം, കേട്ടറിയാം. ഈ സിനിമ എങ്ങനെ മലയാള മനസ്സിലേക്ക് എത്തുമെന്നത് പ്രതീക്ഷയുടെ ആരവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റണം. ബൈ ഫോർ താങ്ക്സ് ഫോർ വാച്ച്. ബൈ ഫോർ താങ്ക്സ്.